നമസ്കാരം. പുതുവർഷത്തിലേക്ക് നാം ഇതാ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ജനുവരി എന്ന് പറയുന്നത് വെറും ഒരു ന്യൂ ഇയർ മന്ത് മാത്രമല്ല, ഒരുപാട് പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ അപ്ഡേറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ, നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചില അപ്ഡേറ്റുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് പാൻ ആധാർ ലിങ്കിനെ കുറിച്ച് നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടാകും. അത് ഇനി പഴയതുപോലെയല്ല, വളരെ മാൻഡേറ്ററി ആയിട്ട് പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യണം എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ IRCTCയിൽ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുന്നു. മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങൾ, കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, അങ്ങനെ അനവധി പുതിയ അപ്ഡേറ്റുകൾ ഈ ഒരു ജനുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിനും ഇൻഫോർമേഷൻ പർപ്പസിനും വേണ്ടി മാത്രമുള്ളതാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. നമുക്കറിയാം, പാൻ കാർഡും ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം എന്ന് നമ്മൾ അന്ന് തൊട്ടേ അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ മുമ്പ് തൊട്ടേ കേട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇനിയും അത് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളെ ബാധിക്കാൻ പോവുകയാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ തന്നെ, നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷനെ വരെ ബാധിക്കുന്ന രീതിയിൽ അത് മാറാൻ പോവുകയാണ് നിങ്ങൾ പാൻ കാർഡും ആധാർ കാർഡും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ. ജനുവരി 1, 2026 തൊട്ട് എന്താണ് നിയമം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ ഇൻഓപ്പറേറ്റീവ് ആവും. അതായത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇൻവാലിഡ് ആകുന്നു നിങ്ങളുടെ പാൻ കാർഡ്. ആധാർ എൻറോൾമെന്റ് ID ഉപയോഗിച്ച് 2024 ഒക്ടോബർ 1 മുമ്പായിട്ട് പാൻ കാർഡ് ഇഷ്യൂ ചെയ്ത ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. പാൻ കാർഡ് ഇൻഓപ്പറേറ്റീവ് ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് ഫയലിംഗുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് നേരിടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടാക്സ് റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുപോലെ തന്നെ ഫോം 26AS TDSന്റെയും TCSന്റെയും പ്രോപ്പർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടാകും. മാത്രമല്ല പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. കൂടാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് KYCയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? ഇത്തരത്തിൽ KYC നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ആധാർ കാർഡൊക്കെ അല്ലെങ്കിൽ ID കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ KYC പൂർത്തിയാക്കുന്ന സമയത്ത് ഈ പാൻ കാർഡും ആധാറും ലിങ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ, നിങ്ങളുടെ പാൻ കാർഡ് ഇൻഓപ്പറേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള KYC ചെയ്യുന്നതിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മാത്രമല്ല നിങ്ങളൊരു പുതിയ മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്ക് മാർക്കറ്റോ തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിലും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ തുടരും. പക്ഷേ പാനും ആധാറും ലിങ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ പുതിയ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും നേരിടും എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു എഫക്റ്റ്. നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക്ഡ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ പോയിട്ട് പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പാനും ആധാറും ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ ചെന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങളുടെ പാൻ കാർഡ് ആഡ് ചെയ്യുക, നിങ്ങളുടെ ആധാർ നമ്പറും ആഡ് ചെയ്യുക, അത് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാനും ആധാറും ലിങ്ക് ആവപ്പെടും. ജനുവരി 2026 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുകളിൽ ഒന്ന് ഇതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ആധാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് IRCTC എക്സ്റ്റൻഡഡ് ബുക്കിംഗ് വിൻഡോ ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ്. അതായത് ആധാർ വെരിഫൈഡ് ആയിട്ടുള്ള ഉപഭോക്താക്കൾക്ക് പ്രയോറിറ്റി ബുക്കിംഗ് ടൈം IRCTC ഇനി തൊട്ട് നൽകും. ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ആധാറുമായി ബന്ധിപ്പിച്ച IRCTC അക്കൗണ്ടുകൾക്ക് അഡ്വാൻസ് റിസർവേഷൻ കാലയളവിന്റെ ആദ്യ ദിവസം 16 മണിക്കൂർ വരെ ജനറൽ റിസർവ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പുതിയ അപ്ഡേറ്റ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ നിയമം ബാധകമല്ല. IRCTC പോർട്ടൽ വഴി നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോഴാണ് ഇത് എഫക്ട് ആവുന്നത്. അതുപോലെ തന്നെ ആധാർ വെരിഫൈഡ് യൂസേഴ്സിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ടിക്കറ്റ് കൺഫേം ആവുന്നതിനുള്ള സാധ്യത കൂടുന്നു, ഹൈ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏജന്റ്സിന്റെ കോമ്പറ്റീഷൻ ഇവിടെ കുറയുന്നു. മാത്രമല്ല ഫെസ്റ്റിവൽ സീസണുകളിലും അതുപോലെ തന്നെ കൂടുതൽ തിരക്കുള്ള ഒരു സാഹചര്യത്തിലും ടിക്കറ്റ് പെട്ടെന്ന് ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കൂടുന്നു എന്ന് നമുക്ക് പറയാം. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ IRCTC അക്കൗണ്ട് ആധാർ വെരിഫൈഡ് അല്ല എങ്കിൽ 2026 ജനുവരി തൊട്ട് നിങ്ങൾ IRCTCയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്രയാസം അനുഭവപ്പെട്ടേക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനുവരി 1, 2026 തൊട്ട് നിങ്ങളുടെ പാനും ആധാറും ലിങ്ക്ഡ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ IRCTCയുടെ നിയമം മാറാൻ പോവുകയാണ്. ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് കൂടുതൽ ടിക്കറ്റ് കിട്ടാനുള്ള പ്രയോറിറ്റി IRCTC ഒരുക്കാൻ പോവുകയാണ്. 2026 നമ്മോട് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണ്? systems are getting tighter and margins for errors are reducing. അതായത് നമ്മുടെ സിസ്റ്റം കൂടുതൽ ടൈറ്റ് ആവാൻ പോവുകയാണ്, കൂടുതൽ ശക്തമാവാൻ പോവുകയാണ്. എററുകൾക്കുള്ള, അതായത് തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ മാക്സിമം കുറച്ചുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ള തരത്തിലാണ് പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഇത്തരത്തിൽ സിസ്റ്റം വളരെ സ്ട്രോങ് ആവുന്ന സമയത്ത്, കാര്യങ്ങളെല്ലാം എറർ ഫ്രീ ആയിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? അത് നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. ഇവിടെയാണ് പോളിസി ബസാർ നിങ്ങളെ സഹായിക്കുന്നത്. ഇത്തരത്തിൽ സിസ്റ്റങ്ങൾ കൂടുതൽ ടൈറ്റ് ആവുന്ന സമയത്ത് പുതിയ
കാര്യങ്ങളെല്ലാം പുതിയ നിയമങ്ങളെല്ലാം വരുന്ന സമയത്ത് നമ്മൾ യാതൊരു തരത്തിലും റിസ്ക് എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എമർജൻസി ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ വരുമാനം നിലയ്ക്കുന്ന സമയത്തും അവിടെയാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഇൻഷുറൻസിന്റെ പ്രസക്തി. ചുമ്മാ വാങ്ങുന്ന പ്ലാനുകളല്ല. പക്ഷേ 2026 വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് NSE F&O റിവൈസ്ഡ് ലോട്ട് സൈസ് ആണ്. ജനുവരി 2026 മുതൽ വീക്ക്ലി ആൻഡ് മന്ത്ലി കോൺട്രാക്റ്റുകളിൽ പ്രധാന ഡെറിവേറ്റീവുകൾക്കായിട്ടുള്ള ലോട്ടുകളുടെ സൈസ് NSE പുതുക്കിയിട്ടുണ്ട്. പുതിയ ലോട്ട് സൈസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിഫ്റ്റി 50 75 to 65, ബാങ്ക് നിഫ്റ്റി 35 to 30, FIN നിഫ്റ്റി 55 to 60, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 140 to 120. ഇത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലോ ക്യാപിറ്റൽ റിക്വയർമെന്റ്, അതായത് വളരെ കുറച്ച് ക്യാപിറ്റൽ മതി. റീറ്റെയിൽ ട്രേഡറുകൾക്ക് ലെസ് മാർജിൻ മതി. അതുപോലെ തന്നെ പൊസിഷൻ സൈസിംഗും റീറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസംബർ 2025 കോൺട്രാക്റ്റുകൾ ഹോൾഡ് ചെയ്യുന്നത് പഴയ ലോട്ട് സൈസുകളാണ്. ജനുവരി 2026 തൊട്ടായിരിക്കും പുതിയ സൈസുകൾ റിഫ്ലക്ട് ആവുന്നത്. 2026 ജനുവരി തൊട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടതും ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള നിയമങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇത് 2026 ജനുവരി ഫെബ്രുവരി സമയത്തോടു കൂടി വരാനാണ് സാധ്യത. അതായത് SBIയുടെ കാർഡുകളിൽ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് പ്രോഗ്രാം വരാൻ പോവുകയാണ്. പ്രതിവർഷം 1499 രൂപ മുതൽ 2999 രൂപ വരെ ആനുവൽ ഫീ വരാൻ സാധ്യതയുണ്ട്. ഇത് 2026 ജനുവരി 10 തൊട്ടായിരിക്കും എഫക്ട് ആവാൻ പോകുന്നത്. ഇനി ICICI ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഓൺലൈൻ ഗെയിമിംഗ് ട്രാൻസാക്ഷനുകൾക്ക് 2% ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 5000 രൂപയ്ക്ക് മുകളിലുള്ള വാലറ്റ് നോഡുകൾക്ക് 1% ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചില ട്രാൻസ്പോർട്ട് സ്പെൻഡുകൾക്ക് 1% ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചില റിവാർഡ് ക്യാപ്സുകൾ ഉണ്ടാകാം, ബെനിഫിറ്റ് റിമൂവലുകളും ഉണ്ടാകാം. ഇതാണ് ICICIയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. HDFC ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഡെബിറ്റ് കാർഡിലുള്ള ലോഞ്ച് ആക്സസുകൾ ഇനി മുതൽ വൗച്ചർ ബേസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതിന് മിനിമം സ്പെൻഡും ആവശ്യമായിട്ടുണ്ടാകും. IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത് സെലക്ട് ചെയ്ത കാർഡുകളിൽ റിവാർഡ് റേറ്റുകൾ റെഡ്യൂസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ആയിട്ടുണ്ടായിരുന്ന ചില നേട്ടങ്ങൾ അത് റിമൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ഇതിന്റെ എൻറ്റയർ ഇമ്പാക്ട്, ഓവറോൾ ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മന്ത്ലി സ്പെൻഡിങ് അതുപോലെ തന്നെ റിവാർഡ്സ്, ഫീസ് ഇതിനെല്ലാം മാറ്റം വരാൻ സാധ്യതയുണ്ട്. സോ 2026 കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതത് ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ RBIയിൽ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടതും വെള്ളിയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള നിയമങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജ്വല്ലറികൾക്കും ഓർണമെന്റ്സിനും കോയിൻസിനും മാത്രമേ ലോൺ ഇനി മുതൽ ലഭിക്കുകയുള്ളൂ. റോ ഗോൾഡിനും സിൽവറിനും ലോൺ ലഭ്യമാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ബാങ്കുകളിൽ വാല്യുവേഷനും ഓപ്ഷനുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകൾ അപ്ലിക്കബിൾ ആവാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ്. അതായത് കസ്റ്റമർക്ക് ഫ്രീ ക്യാഷ് ഡെപ്പോസിറ്റ്സുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഫ്രീ ആയിട്ട് ATM ആൻഡ് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷനും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ ബാങ്കിംഗ് ഫ്രീ ആയിരിക്കണം. മാത്രമല്ല പാസ്ബുക്കും മന്ത്ലി സ്റ്റേറ്റ്മെന്റും ഫ്രീ ആയിരിക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ കുറഞ്ഞ ബാലൻസ് ഉള്ള ലോ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഹോൾഡർമാർക്ക് കൂടുതൽ ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടതായിട്ടുള്ളതും സ്മോൾ സേവിംഗ്സുമായി ബന്ധപ്പെട്ടതായിട്ടുള്ളതുമായിട്ടുള്ള ചില നിയമങ്ങൾക്കും മാറ്റമുണ്ട്. 2026 ഏപ്രിൽ 1 തൊട്ട് 1961 മുതൽ ഉണ്ടായിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് റീപ്ലേസ് ആവാൻ പോവുകയാണ് ബൈ 2025 ഇൻകം ടാക്സ് ആക്ടിലൂടെ. അതുപോലെ തന്നെ സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷനും വരാൻ പോവുകയാണ്. ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ റിവൈസ്ഡ് ആവാൻ പോകുന്നു. മാത്രമല്ല AMC സിംപ്ലിഫൈഡ് ആവുകയും ട്രസ്റ്റി റെസ്പോൺസിബിലിറ്റീസ് ആവുകയും ചെയ്യുന്നു. മാത്രമല്ല LPGയിലും അതുപോലെ തന്നെ ഇന്ധന വിലയിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടും. ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അപ്ഡേറ്റ് ഉണ്ട്. അതായത് ക്രെഡിറ്റ് ബ്യൂറോകൾ ക്രെഡിറ്റ് സ്കോറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വീക്ക്ലി ആയിരിക്കും. സോ 2026 ജനുവരി തൊട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത്. പുതുവർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്കും എത്തിക്കാൻ മറക്കരുത്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. Bosswala. Be the boss.